നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലായിരുന്നു സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി FC ബാഴ്സലോണയിൽ എത്തിയിരുന്നത്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു താരത്തെയാണ് നമുക്കിപ്പോൾ ബാഴ്സലോണയിൽ കാണാൻ കഴിയുന്നത്. ലെവൻഡോസ്കിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെ അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലബിന് വേണ്ടി അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ നിന്ന് കേവലം 1 ഗോൾ മാത്രമാണ് ലെവൻഡോസ്കിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പലപ്പോഴും സുവർണാവസരങ്ങൾ കളഞ്ഞ് കുളിക്കുന്ന ഒരു ലെവൻഡോസ്കിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ കാര്യത്തിലുള്ള നിലപാടിൽ ഒരൽപ്പം മയം ഇപ്പോൾ FC ബാഴ്സലോണ നടത്തിയിട്ടുണ്ട്. ലെവൻഡോസ്കിയെ കൈവിടാൻ FC ബാഴ്സലോണ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2025 വരെയാണ് അദ്ദേഹത്തിന് ബാഴ്സയുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബുകൾ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ബാഴ്സ വിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സൗദി ക്ലബ്ബുകൾ കൂടുതൽ ശ്രമങ്ങൾ താരത്തിന് വേണ്ടി നടത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ലെവൻഡോസ്കി സൗദി ക്ലബ്ബുകളുടെ ഓഫറുകൾ സ്വീകരിക്കുകയാണെങ്കിൽ FC ബാഴ്സലോണ ഒരിക്കലും അതിന് തടസ്സം നിൽക്കില്ല. താരത്തെ സൗദിയിലേക്ക് പോകാൻ അനുവദിക്കാം എന്ന നിലപാടിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 21 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ലെവ നേടിയിട്ടുള്ളത്. ലെവൻഡോസ്കിയെ പോലെയുള്ള ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരൽപ്പം മോശമായ കണക്കുകൾ തന്നെയാണ്. മാത്രമല്ല ബ്രസീലിയൻ സൂപ്പർ താരമായ വിക്ടോർ റോക്ക് ഇപ്പോൾ FC ബാഴ്സലോണയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബാഴ്സലോണ നടത്തിയേക്കും. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലബിലെ സ്ഥാനത്തിന് ഇളക്കം തട്ടുകയാണ്. ക്ലബിൽ തുടരണമെങ്കിൽ ലെവൻഡോസ്കി തൻ്റെ പഴയ മികവ് വീണ്ടെടുക്കൽ നിർബന്ധമായ ഒരു സാഹചര്യമാണിത്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.